ചേച്ചിക്ക് ഒരു ഫോണ് ചീത്തയായാൽ പിന്നെ വേറെ ഫോൺ അത് കൊടുക്കില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ ഡാറ്റ ഉണ്ടാവും. അടുത്ത ഫോൺ മേടിക്കും. ഇതിൽ മുഴുവൻ ഡാറ്റയും മറ്റേലേക്ക് ആഡ് ആയോ എന്നൊരു സംശയം വരും. അപ്പോൾ ആ ഫോണും സേഫ് സൈഡ് അതും വയ്ക്കും. അങ്ങനെ 4 ഫോണുകളുണ്ട്. ഈ 4 ഫോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 നമ്മൾ വിചാരിക്കും അത്രയും ബിസി ആയിട്ടുള്ള ബിസിനസ് എന്തോ ഡീലുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒന്നുമില്ല. ഈ 4 ഫോണുകൾ എന്താ വെച്ചാൽ ഒരു ഫോണ് മിസ്സാകുമ്പോൾ അടുത്ത ഫോണിൽ വിളിക്കുക, ആ ഫോൺ മിസ്സാകുമ്പോൾ അടുത്ത ഫോണിൽ. ഈ 4 ഫോണും ഇതായിട്ട് പോലും എന്നോട് പറയാം എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാം. ശരിക്കും ചേച്ചി കളിയാക്കുക 4 ഫോണിന് 4ൻ്റെതായിട്ടുള്ള യൂസ് ഇല്ലേ? പിന്നെ എനിക്ക് ഡാൻസിന്റെ ഒരുപാട് ആവശ്യങ്ങൾക്ക് സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് ഒരു ഫോണ്, പിന്നെ എൻ്റെ പേഴ്സണൽ യൂസിന് ഒരു ഫോണ്, പിന്നെ എനിക്കൊരു ഫോണ്. അല്ല അങ്ങനെ വന്നതാണ്. അപ്പൊ മെയിനായിട്ട് ഡാൻസിന്റെ പർപ്പസിനാണ്. ഒന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും വെച്ചിട്ട് പോവാന്നേ ഉള്ളൂ. ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ട് വരാറുണ്ടോ? അല്ല, ഫോൺ മറക്കല്ല. എനിക്ക് എന്ത് സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഫോൺ ഇത്രയും ഫോണിലാണ് ഫോൺ അഡിക്ഷൻ ഉണ്ടോ വെച്ചാൽ ഇല്ല. ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല. വാട്സാപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതിലൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ ക്ലാസ് സമയത്തും കുട്ടികൾക്ക് കോൾ വിളിക്കാനും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ ഈ ഫോണിനോടത്തേക്ക് നോക്കുക. അതുകൊണ്ട് ക്ലാസ്സിന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫോൺ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. മനസ്സിലായി. ക്ലാസ് സമയത്താകുമ്പോൾ ഫോണെല്ലാം എൻ്റെ കയ്യിലുണ്ടാവും. കാരണം ആരും വിളിച്ചൊക്കെ എടുക്കാൻ ആ സമയത്ത് ഉണ്ടാവും. പിന്നെ ചോദിക്കുമ്പോഴാണ് ഈ ഫോൺ എവിടെയാവും. അഡിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ മറന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ.